പ്രമുഖ എഴുത്തുകാരനും ചിന്തകനുമായ പ്രൊഫസർ MK സാനുവിന്റെ നിര്യാണത്തിൽ CPIM ജനറൽ സെക്രട്ടറി MA ബേബി അഗാധമായ അനുശോചനം രേഖപ്പെടുത്തി. സാനുമാഷിന്റെ വേർപാട് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നികത്താനാവാത്ത നഷ്ടമാണെന്ന് MA ബേബി പ്രസ്താവിച്ചു. സാനുമാഷുമായി വ്യക്തിപരമായ അടുപ്പം സൃഷ്ടിച്ചിരുന്ന MA ബേബി തങ്ങൾ നിരവധി വേദികളിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ടെന്നും അനുസ്മരിച്ചു. അസ്തമിക്കാത്ത വെളിച്ചം എന്ന സാനുമാഷിന്റെ പുസ്തകത്തെ പരാമർശിച്ചുകൊണ്ട് ആ പേര് അദ്ദേഹത്തിന് അർഹമായതാണെന്നും സാനുമാഷിന്റെ ജീവിതം അങ്ങേയറ്റം സജീവമായിരുന്നുവെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. ഒരാഴ്ചയിലേറെയായി വീഴ്ചയെ തുടർന്നുണ്ടായ പരിക്കിന് ചികിത്സയിലായിരിക്കെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ തുമ്പോളിയിലായിരുന്നു MK സാനുവിന്റെ ജനനം. സമ്പന്നനായ ഒരു കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും അകാലത്തിൽ അച്ഛൻ മരിച്ചതോടെ ദാരിദ്ര്യത്തിന്റെയും നിസ്സഹായതയുടെയും കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഈ പ്രതിസന്ധികളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അദ്ദേഹം സാഹിത്യ ലോകത്തും സാംസ്കാരിക മണ്ഡലങ്ങളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 4 വർഷം സ്കൂൾ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ശേഷം 1950കളുടെ മധ്യത്തോടെ വിവിധ സർക്കാർ കോളേജുകളിൽ അധ്യാപകനായി പ്രവർത്തിച്ചു തുടങ്ങി. അറിവിനെയും ചിന്തകളെയും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ ക്ലാസ് മുറികൾ കേവലം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ഇടങ്ങളായിരുന്നില്ല, മറിച്ച് വിദ്യാർത്ഥികളിൽ സ്വതന്ത്രമായ ചിന്തയും വിമർശനാത്മക ബോധവും വളർത്തുന്ന കളരികളായിരുന്നു. അഗാധമായ അറിവും ലളിതമായ അവതരണ ശൈലിയും അദ്ദേഹത്തെ വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനാക്കി മാറ്റി. MA സാനുവിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും തെളിഞ്ഞു കണ്ടത് ആഴത്തിലുള്ള പഠനത്തിന്റെയും വ്യക്തമായ കാഴ്ചപ്പാടിന്റെയും തെളിച്ചമായിരുന്നു. 1958 5 ശാസ്ത്രനായകന്മാർ എന്ന തന്റെ ആദ്യ ഗ്രന്ഥം സാനുമാഷ് പ്രസിദ്ധീകരിച്ചു. ശാസ്ത്ര വിഷയങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഈ കൃതിയിലൂടെ പ്രകടമായി. തുടർന്ന് 1960 വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി. മലയാള സാഹിത്യ വിമർശനത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയ കൃതിയായിരുന്നു ഇത്. സാഹിത്യകൃതികളെ ആഴത്തിൽ വിശകലനം ചെയ്യാനും അവയുടെ സാംസ്കാരിക സാമൂഹിക പ്രസക്തി ചൂണ്ടിക്കാണിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. വിമർശന രംഗത്ത് അദ്ദേഹം സ്വീകരിച്ച സമീപനം എപ്പോഴും നീതിയുക്തവും വസ്തുനിഷ്ഠവുമായിരുന്നു. വൈയക്തികമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറം കൃതിയുടെ അന്തസത്തയെയും അതിന്റെ കാലിക പ്രസക്തിയെയും അദ്ദേഹം പ്രാധാന്യം നൽകി. വ്യാകരണ നിയമങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ അറിവ് ഭാഷയുടെ സൗന്ദര്യ ശാസ്ത്രത്തെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ONV കുറിപ്പ്, വയലാർ രാമവർമ്മ, MT വാസുദേവൻ നായർ തുടങ്ങിയ നിരവധി സാഹിത്യകാരന്മാരുമായി സാനുമാഷിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം കൃതികളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ വിവിധ പ്രവണതകളെയും ചിന്താധാരകളെയും കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. 1983 അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും സാനുമാഷിന്റെ പൊതുപ്രവർത്തനങ്ങളിലെയും സാഹിത്യ സംഭാവനകളിലെയും സജീവതയ്ക്ക് അതൊരു തടസ്സമായിരുന്നില്ല. 1986 പുരോഗമന സാഹിത്യ സംഘത്തിന്റെ പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. സാഹിത്യ സാമൂഹിക മാറ്റത്തിനുള്ള ഒരു ഉപകരണമായി കണ്ടിരുന്ന അദ്ദേഹം പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് പുതിയ ഊർജം പകർന്നു. സാഹിത്യം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നും സാമൂഹിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യണമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. കലാസാഹിത്യ മേഖലകളിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക ചിന്തകളെ ചോദ്യം ചെയ്യാനും പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും അദ്ദേഹം ധൈര്യം കാണിച്ചു. സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല സാനുമാഷിന്റെ പ്രവർത്തനങ്ങൾ. സാമൂഹിക നീതിക്കും അസമത്വത്തിനും വേണ്ടി നിലകൊണ്ട അദ്ദേഹം രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. കോൺഗ്രസ് നേതാവ് AL ജേക്കബിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം. നിയമസഭാ സാമാജികൻ എന്ന നിലയിലും അദ്ദേഹം ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്തു. രാഷ്ട്രീയത്തിലെ സത്യസന്ധതയ്ക്കും മൂല്യാധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ഒരു മാതൃകയായിരുന്നു. അധികാരം എന്നത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു ഉപാധിയായി അദ്ദേഹം കണ്ടു. മണ്ഡലത്തിലെ ജനങ്ങളുമായി നിരന്തരം സംവദിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തെയും സാമൂഹിക പ്രതിബദ്ധതയെയും വിളിച്ചോതുന്നതായിരുന്നു. രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുമ്പോഴും തന്റെ സാഹിത്യ പ്രവർത്തനങ്ങളെയും പഠനങ്ങളെയും അദ്ദേഹം ഒരു ഘട്ടത്തിലും അവഗണിച്ചിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ വിശാലമായ വ്യക്തിത്വത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. AK സാനുവിന്റെ ജീവിതം അറിവിന്റെയും കർമ്മത്തിന്റെയും വിളക്കുമരമായിരുന്നു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് ഒരു പരിധിയും കൽപ്പിക്കാനാവില്ല. നിരവധിയായ ലേഖനങ്ങളും പ്രബന്ധങ്ങളും പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. M കൃഷ്ണൻ നായർ, കേസരി ബാലകൃഷ്ണപിള്ള തുടങ്ങിയ പ്രമുഖ സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ മലയാള വിമർശന സാഹിത്യത്തിന്റെ നാഴികക്കല്ലുകളാണ്. ആഴത്തിലുള്ള പഠനവും വിശാലമായ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ രചനകളെ വ്യതിരിക്തമാക്കി. മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരുമായി അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അവരുടെ കൃതികളെക്കുറിച്ച് ആധികാരികമായ പഠനങ്ങൾ നടത്തുകയും പുതിയ തലമുറയ്ക്ക് അവ പരിചയപ്പെടുത്തുകയും ചെയ്തു.
ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി തുടങ്ങിയ വ്യക്തിത്വങ്ങളെ കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങൾ മലയാളികളുടെ ചിന്താമണ്ഡലത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ഗുരുവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ഗുരുവിന്റെ ദർശനങ്ങളെ സാധാരണക്കാർക്ക് കൂടുതൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ അവതരിപ്പിച്ചു. സാനുമാഷിന് ലഭിച്ച അംഗീകാരങ്ങൾ നിരവധിയാണ്. 2011 ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്രത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. കൂടാതെ വള്ളത്തോൾ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ് തുടങ്ങിയ മലയാള സാഹിത്യത്തിലെ ഒട്ടുമിക്ക ഉന്നത പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ പുരസ്കാരങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പ്രതിഭയ്ക്കും മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾക്കുമുള്ള അംഗീകാരങ്ങളായിരുന്നു. അവസാന നാളുകളിലും വായനയിലും എഴുത്തിലും സജീവമായിരുന്ന സാനുമാഷ് തന്റെ ജീവിതം കൊണ്ട് നമുക്ക് നൽകിയത് അറിവിന്റെയും സത്യസന്ധതയുടെയും ഒരു വലിയ പാഠമാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം മലയാളത്തിന് നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ നാം ഓർക്കണം. അദ്ദേഹത്തിന്റെ കൃതികൾ തലമുറകളെ പ്രചോദിപ്പിക്കുകയും മലയാള സാഹിത്യത്തിന് വഴികാട്ടിയായി നിലകൊള്ളുകയും ചെയ്യും. ഒരു എഴുത്തുകാരൻ, ചിന്തകൻ, അധ്യാപകൻ, സാമൂഹിക പ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സാനുമാഷ് മലയാളിയുടെ മനസ്സിൽ അസ്തമിക്കാത്ത ഒരു വെളിച്ചമായി എപ്പോഴും ജ്വലിച്ചു നിൽക്കും. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. മലയാള സാഹിത്യത്തിനും സാംസ്കാരിക ലോകത്തിനും നികത്താനാവാത്ത ഒരു വിടവാണ് അദ്ദേഹത്തിന്റെ വേർപാടോടെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതവും കൃതികളും വരും തലമുറകൾക്ക് എക്കാലവും പ്രചോദനമായിരിക്കും.